ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടി ബ്ലോഗ്സ്. ഇറ്റ്സ് മീ ടീനു വർഗീസ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ, എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അതീവ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനാണ്. അത് എല്ലാവർക്കും അറിയാം, പക്ഷേ ഇങ്ങനൊരു ദുരിതം നടക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഈ 2018 നടന്ന ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഈ അടുത്തിടെ വയനാട്ടിൽ നടന്ന ആയിക്കോട്ടെ, ഇതെല്ലാം ഒരു ട്രയൽ മാത്രമാണ്. പക്ഷെ കേരളം എന്നല്ല ഒരു സംസ്ഥാനമെന്നല്ല, ഒരു ഭൂഗോള പ്രദേശം തന്നെ ഇല്ലാതാകാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതെ, മുല്ലപ്പെരിയാർ. ആ ഡാമിനെ കുറിച്ചുള്ള വലിയ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും ഒന്നും പോകുന്നില്ല. കുറച്ച് വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏതൊരു സാധനങ്ങളായിരിക്കട്ടെ, അത് ഫുഡിൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന എന്ത് സാധനങ്ങളായിരിക്കട്ടെ, അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. എക്സ്പയറി ഡേറ്റും കഴിഞ്ഞാൽ കുറച്ചാളും കൂടെ ഒന്നും നമുക്ക് യൂസ് ചെയ്യാം. അത് ഫുഡിൻ്റെ കാര്യത്തിൽ പൊതുവേ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പിന്നീട് അതിന് ശേഷം വരുന്ന കുറച്ചാളും കൂടെ കഴിയുമ്പോഴത്തേക്കും മാക്സിമം പോയാൽ 1-2 മാസം, അതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു യൂസിങ് നടക്കത്തില്ല. എന്നാൽ ഇവിടെ ഏകദേശം മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഡാമിൻ്റെ കാര്യത്തിലോ ഏകദേശം എത്ര തവണ അതിൻ്റെ ഡാം നിർമ്മിച്ച ആൾ തന്നെ പറഞ്ഞേക്കുന്ന അതിൽ കൂടുതൽ ലോകത്തിലെ ഏറ്റവും വലിയ, നിങ്ങൾ ജസ്റ്റ് ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല. ഈ ഡാം പൊട്ടുവാണെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ നമ്മൾ ചിന്തിക്കാൻ പറ്റുന്നതിൽ കൂടുതലായിരിക്കും. ഇന്ന് ഞാൻ നിൽക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഡാം പൊട്ടിയാൽ വൻ നാശം ഉണ്ടാകുന്ന ഒരു പൊസിഷൻ. ഓൾറെഡി പല ആൾക്കാർ സ്പോട്ടിൽ തന്നെയല്ല ഡെഡ് ആവുന്നത്. അവർ പല എങ്ങനെയെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ പറയുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് വലിയ സോഴ്സസ് അല്ലെങ്കിൽ പറയുന്ന വലിയ കമ്മീഷനൊക്കെ ചെയ്ത ഒരു വ്യക്തിയല്ല ഞാൻ. പക്ഷേ അതിനെക്കുറിച്ച് അറിവുള്ള ആൾക്കാർ പറഞ്ഞുള്ള വീഡിയോയിൽ നിന്നും കണ്ടെത്തിയ ഒരു അവലോകനം മാത്രമാണ്. ആക്ച്വലി ഇതിനകത്ത് വരുന്നത് എന്തെന്ന് പറഞ്ഞാൽ, ഡാം പൊട്ടി വരികയാണെങ്കിൽ ഇത് ഒരു 4-5 സംസ്ഥാനങ്ങളെ മാത്രമല്ല ബാധിക്കുന്നത്. ബാക്കി ആയിക്കോട്ടെ, ട്രിവാൻഡ്രംകാർ അല്ലെങ്കിൽ കാസർഗോഡുകാർ, അവർക്കൊക്കെ ഒരു പ്രശ്നം ഇല്ലെന്ന് പറയുന്നു. പക്ഷേ എന്നിരുന്നാൽ കൂടി ഈ ഡാം പൊട്ടി സാധാരണ ഒരു വെള്ളവും അതിലുപരി ഒരു ചെളി വെള്ളവും നമ്മുടെ ദേഹത്ത് പതിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരുപാട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യത്യാസം. അപ്പോൾ ഈ ചെളിവെള്ളം നേരെ കടലിൽ ചെന്ന് പതിക്കുകയും റിട്ടേൺ അത് ഒരു വൻ സുനാമി ആയിട്ട് തന്നെ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് ഈ ഓരോരുത്തരൊക്കെ നിരീക്ഷകരൊക്കെ പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഡാം പൊട്ടി ഇത്രത്തോളം ആൾക്കാർ മരിച്ചു. ഇപ്പോൾ വയനാട്ടിലെ സംഭവങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. അത് നമ്മൾ അറിഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ വഴിയും മറ്റുള്ള സോഷ്യൽ മീഡിയ വഴിയൊക്കെ ആയിരിക്കും. പക്ഷെ ഇങ്ങനെ ഒരു ഡാം പൊട്ടി എന്നറിയാൻ പോലും ഒരിക്കൽ പോലും കേരളത്തിൽ ഒരൊറ്റ മാധ്യമങ്ങൾ കാണത്തില്ല, ഒരൊറ്റ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യത്തില്ല. കാരണം വേറൊന്നുമല്ല, കേരളത്തിലുള്ള സർവ്വ മാധ്യമങ്ങളും ഒലിച്ചു പോയി കാണുമായിരിക്കും. കാരണം കൊച്ചിയിലാണ് എല്ലാത്തിൻ്റെ ഇത്. കൊച്ചിയിലായാലും ട്രിവാൻഡ്രം ആയാലും പിന്നീട് വരുന്ന എന്താ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളറിയാൻ പറ്റുന്ന നമ്മുടെ നെയ്ബേഴ്സ് എന്നല്ല, നമ്മുടെ റിലേറ്റീവ്സൊക്കെ വെളിനാട്ടിലുള്ളവർ അറിയുന്നതെന്ന് പറഞ്ഞാൽ BBC അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ന്യൂസ് വരികയായിരിക്കും. ലോകത്തിലെ ഏറ്റവും വലിയൊരു ദുരന്തമായിരിക്കും നടക്കാൻ പോകുന്നത്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പോകും. പിന്നീട് വേറൊരു പ്രശ്നം എന്തെന്ന് പറഞ്ഞാലും, ഇപ്പോൾ ഒരു നായയുടെ ഒരു ബോഡി അത് സംസ്കരിക്കാതെ വിച്ച് മീൻസ് കുഴിച്ചിടാതെ അല്ലെങ്കിൽ അതുപോലെ ചുമ്മാ അങ്ങ് ഇടുവാണെങ്കിൽ പകർച്ചവ്യാധി ചെറുതായിട്ടൊക്കെ ഉണ്ടാകും. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു ഡാം ഒന്ന് പൊട്ടി വന്നിട്ട് ഇത്രയും ആൾക്കാർ മരിച്ചു കിടക്കാൻ, അവരുടെ ഇതും കൂടാതെ ജീവജാലങ്ങൾ, അവർക്കൊന്നും രക്ഷപ്പെടാൻ ഒരു ടൈം കാണത്തില്ല. പിന്നെ ഇവർ മരിച്ച് ജീർണിച്ച് കിടക്കുന്ന പകർച്ചവ്യാധി, പിന്നെ ഇതിന് പുറമെ സുനാമിന്ന് വരുന്ന പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ വരുവാന്ന് നോക്കുവാണെങ്കിൽ സോ പത്തറ്റിക്ക്. ഇന്ത്യ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു പക്ഷേ ലോകം കണ്ട ഏറ്റവും വലിയൊരു വിപത്തിനായിരിക്കും സാക്ഷ്യം വഹിക്കുന്നത്. ആ വ്യക്തികളൊക്കെ പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ, പലരും നിരീക്ഷകരൊക്കെ പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ, ഏറി വന്നാൽ 10 അല്ലെങ്കിൽ 15 വർഷം, അത് തന്നെ കൂടുതലാണെന്നാണ് പറയുന്നത്.
ഒരു പക്ഷേ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാവുകയാണെങ്കിൽ എനിക്കറിയത്തില്ല എന്തെങ്കിലും പ്രശ്നമാണ്. കാരണം എൻ്റെ യൂട്യൂബ് ചാനലെന്ന് പറഞ്ഞാൽ അധികം ആൾക്കാർ കാണുന്നതൊന്നുമല്ല. പക്ഷെ ഇങ്ങനൊരു സംഭവം ചെയ്യണമെന്ന് തോന്നി. നമ്മൾ വെറുതെ വായ്ത്താളം വിട്ട് അടിക്കുമല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. എത്ര നാളെന്ന് കരുതിയ നമ്മൾ ഇങ്ങനൊരു ഭീഷണിക്ക് മുമ്പിൽ നിൽക്കുന്നത്. നമ്മുടെ കാലാവസ്ഥ മാറി, നമ്മുടെ പ്രകൃതി മാറി, നമ്മുടെ പല രീതിയിലും ഭൂകമ്പം ഉണ്ടാകുന്നു. ഇതിന് ഇപ്പോഴും ആൾക്കാരും പല രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയോ പോട്ടെ, നമ്മുടെ ആൾക്കാർ തന്നെ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഗവനിക്കാതിരിക്കാനാണ്. ഇറ്റ്സ് എ വെരി ഡേഞ്ചർ മാറ്റർ ഇൻ അവർ സൊസൈറ്റി എന്നല്ല, ഇൻ അവർ വേൾഡ്. അപ്പം ഇതിനായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കുമെന്ന് കരുതുന്നു. സോ എനിവേ താങ്ക്സ് എന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഒന്ന് പെറ്റീഷൻ ഫയൽ ചെയ്യുകയോ, അല്ലെങ്കിൽ ഓൾറെഡി ഇപ്പം ഒരുപാട് രീതിയിലുള്ള പെറ്റീഷൻസും കാര്യങ്ങളും ഒക്കെ എന്നെക്കാട്ടിലും നല്ല അറിവും നോളജും ഉള്ള ആൾക്കാരും ഒക്കെ ഫയൽ ചെയ്ത് ഒരുപാട് വാദിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ നമുക്ക് അനുകൂലമായിട്ടുള്ള വിധികളൊന്നും കിട്ടിയില്ല. പറയാൻ വാക്കുകളൊന്നുമില്ല. എന്തോ ദുരന്തം നേരിടാമെന്ന് പറഞ്ഞാലും തിരിച്ചു കാണാൻ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട് നാളെ ഒരൊറ്റ നിമിഷം കൊണ്ടില്ലാതാവുമല്ലോ എന്നുള്ള ഒരു ഭയം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എന്താ പറയണമെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ.